ഇനി ദിവസങ്ങൾ കഴിഞ്ഞാൽ വിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് വരികയാണ്. പവിത്രമായ വിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് വരികയാണ്. ആ റമളാൻ മാസം വരുമ്പോ ആ റമളാനിനെ നമ്മൾ നല്ലതുപോലെ സ്വീകരിക്കണം. റമളാനെ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിനി. വീടൊക്കെ അടിച്ചു മാറി വൃത്തിയാക്കാൻ പറഞ്ഞിനി. എന്തായി? വൃത്തിയാക്കിയോ? വീടൊക്കെ അടിച്ചു മാറി വൃത്തിയാക്കിയോ? ക്ലീനാക്കിയോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വൃത്തിയാക്കില്ലേ? വൃത്തിയാക്കൽ നിർബന്ധം. നനച്ചുകുളി കഴിഞ്ഞില്ലേ? എല്ലാം വൃത്തിയാക്കണം കേട്ടോ. ഭർത്താക്കന്മാര് കൂടിത്തന്നോ? ക്ലീനാക്കാനൊക്കെ എന്ത് ചെയ്യണം? കൂടി കൊടുക്കണം. ഭാര്യന്റെ കൂടി ഭർത്താവിന്റെ കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ലീൻ ആക്കണം കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്യണം. വീടും പരിസരം ഒക്കെ എന്ത് ചെയ്യാം? എല്ലാം വൃത്തിയാക്കാം. ഓഫീസ് അതേ പ്രകാരം വീട് പരിസരം വാഹനം വാഹനമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. റമളാനല്ലേ വരുന്നത്, എല്ലാം ക്ലീൻ ആക്കണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ കൽബും ക്ലീൻ ആക്കണം. നമ്മുടെ കൽബും ക്ലീൻ ആക്കണം. നമ്മുടെ റൂം, നമ്മുടെ ബെഡ്റൂം എല്ലാം, ബാത്റൂം എല്ലാം ക്ലീൻ ആക്കാം. ആ ബാത്റൂമിലെ ചെരുപ്പൊക്കെ ഒന്ന് മാറ്റുക. ആ പഴയ ചെരുപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റുക. ചില ആളുകളുണ്ട് പഴയ ചെരുപ്പ് മുഴുവൻ ബാത്റൂമൊക്കില്ല. അങ്ങനൊന്നുമില്ല. അങ്ങനെ ആവരുത്. ബാത്റൂമിലൊക്കെ നല്ല ചെരുപ്പ് വെക്കണം. ചില ബാത്റൂമൊക്കെ കയറിയ ചെരുപ്പ് ഇടാതെ പോകാന്നു, കാരണം ആ ചെരുപ്പ് കണ്ടിട്ട്. അങ്ങനെ ആവരുത് ട്ടോ. ഇത് പഴയ ചെരുപ്പ് ഉണ്ടാവും. അതിന് 2 വലിയ ഹോൾസ് ഉണ്ടാവും. അപ്പുറത്ത് വലിയ ഹോൾസ് 3 ഉണ്ടാവും. തേഞ്ഞ് കീറി അബായി ബാത്റൂമിലെ കൊണ്ടിടും. അതൊക്കെ ഒഴിവാക്കി. ഇപ്പത്തിനടുത്ത് ഒഴിവാക്കി. ഒക്കെ നാളെ എന്ന് പറഞ്ഞേക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് നാളൊക്കെ കവിഞ്ഞ് നാളെ ഒഴിവാക്കാം, അല്ലെങ്കിൽ മറ്റന്നാളെ ഒഴിവാക്കാം. അതാണ് ഈ പ്രശ്നം. ഇപ്പൊ തന്നെ ഒഴിവാക്കിയത് എല്ലാം ഇൻഷാ അല്ലാഹ്. അപ്പോ അടുക്കള ക്ലീൻ ആക്കണം. മാറാലുണ്ടാവരുത്. ബൾബൊക്കെ ഒന്ന് തോത്തണം. ഫാനൊക്കെ ഒന്ന് തോത്തി ക്ലിയർ ആക്കണം. ലൈറ്റുകളൊക്കെ തോത്തി ക്ലിയർ ആക്കുക. ചുമര് അതേ പ്രകാരം, പിന്നെ ഫാന്, ജനവാതില്, വാതില് എല്ലാം ഒന്നും ഓരോന്നോരോന്ന് എടുത്ത് പറയണ്ട. എല്ലാം ക്ലീൻ ചെയ്യണം. വീടും പരിസരം മൊത്തം ക്ലീൻ ചെയ്യണം ട്ടോ. അൽഹംദുലില്ലാഹ്. അങ്ങനെ വിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കുന്ന പവിത്രമായ വിശുദ്ധമായ പുണ്യ റമളാനിനെ പൊന്നമ്മളെ വാതിൽ നിൽക്കുന്ന സമയം റഹ്മത്തിന്റെ മാലാഖമാരെ ഈ ഭൂമി ലോകത്തേക്ക് മഞ്ഞുതുള്ളികളെ പോലെ പെയ്തിറങ്ങുമ്പോ കൽബ് കൊണ്ട് മനസ്സുകൊണ്ട് പുറം കൊണ്ട് റമളാനിനെ സ്വീകരിക്കുന്ന വിഭാഗത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായ റമളാന് നമ്മളിലേക്ക് ആഗതമാകുമ്പോ പുണ്യ റമളാനാ. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കടന്നു വരുമ്പോ, ഒരു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ വീട് നമ്മളെ വൃത്തിയാക്കാറില്ലേ ചെറുപ്പക്കാരാ? ആ വീട് നമ്മളെ ക്ലിയർ ആക്കാറില്ലേ പെങ്ങളെ? നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ, പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ, അതല്ലെങ്കിൽ സൽക്കാരത്തിന് വേണ്ടി, കല്യാണത്തിന് വേണ്ടി, കുടിൽക്കരിന് വേണ്ടി വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് വിരുന്നുകാര് വരുമ്പോ, ആ വിരുന്നുകാര് നമ്മൾ സ്വീകരിക്കാറില്ലേ പ്രിയപ്പെട്ടവരെ? അതുപോലെ വിശുദ്ധ റമളാനിനെ അതിലേറെ നമ്മൾ സ്വീകരിക്കണമെന്ന ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരാൻ. ഇവിടെ നോക്കി, ഒരു വിരുന്നുകാര് നമ്മുടെ വീട്ടിലേക്ക് വരും. വിരുന്നുകാര് വരാറില്ല വീട്ടുകാർ ഇല്ലേ? അപ്പൊ വിരുന്നുകാര് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ആ വിരുന്നുകാരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കും. ഇപ്പൊ കുറെ വിദേശത്ത് പോയി 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എന്ത് ചെയ്യും? വീടിന്റെ മുന്നൊക്കെ, വീടിന്റെ മുന്നും റൂമും എല്ലാം, അല്ലെങ്കിൽ ഭർത്താവ് ആവട്ടെ, ഇനി മകനാവട്ടെ, മരുമകനാവട്ടെ, പേരക്കുട്ടി ആവട്ടെ, വീട്ടിലേക്ക് വരുമ്പോ അന്ന് നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലിയർ ആക്കും അല്ലേ? ക്ലീൻ ആക്കൂലേ? അതല്ല ഭർത്താവ് പോയ അന്ന് വീട്ടില് ഭർത്താവിന്റെ പഴയ ഒരു ചെരുപ്പുണ്ടേനും,
വരുന്നൊന്നും അതേ മറിക്ക് അങ്ങനെയാണോ? അല്ലല്ലോ. ഒക്കെ നമ്മൾ ക്ലീൻ ആക്കും, ക്ലിയർ ആക്കൂലേ? എല്ലാം നമ്മൾ ക്ലിയർ ആക്കും. അതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇനി ഒരു പുതിയ അതിഥി നിങ്ങളെ നാട്ടിലേക്ക് വരികയാണ്, നിങ്ങളെ വീട്ടിലേക്ക് വരികയാണ്. ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു തങ്ങള് ഒരു കാര്യപ്പെട്ട ഒരാൾ വീട്ടിലേക്ക് വരികയാണ്. അതല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാള്, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാൾ, ഒരു അതിഥി നിങ്ങളെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യും? നല്ല റാഹത്തില് അന്ന് അട്ടത്തും അവിടെ എടുത്തു വെച്ച കസേരയൊക്കെ നമ്മൾ എടുത്ത് നിരത്തി വെക്കും അല്ലെ? പഴയകാലത്ത് എന്റെ ഉമ്മന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലാക്കി കൊടുക്കട്ടെ. പണ്ടൊക്കെ ഈ ക്ലാസ് ഉണ്ടല്ലോ, ഈ ക്ലാസ്സും അങ്ങനെ ഇപ്പോഴല്ലേ ഈ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇങ്ങനെ കുടിക്കണത്. പണ്ടൊന്നും കുട്ടിയൊക്കെ ഈ കുപ്പി ക്ലാസ് തരൂല, സ്റ്റീലിന്റെ ക്ലാസ്. കാരണം എന്താ? ഇത് പൊട്ടിക്കും പറഞ്ഞാൽ ഇത് തരൂല. എന്നിട്ട് ഉമ്മച്ചി എന്ത് ചെയ്യും? ഇതൊക്കെ കട്ടിലിന്റെ ഒട്ടിലെടുത്തു. ഇത് അതേപോലെ പുള്ളിയില്ല പൂവില്ല ക്ലാസ് ഉണ്ടാവും, അതേപോലെ പൂവിന്റെ ചിത്രമില്ല പാത്രം ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും? അതൊന്നും നമുക്ക് തരൂല. അതൊക്കെ കട്ടിലിന്റെ ചോട്ടില് തക്കാളി പെട്ടിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ എടുത്തു. അതൊക്കെ വിരുന്നാര് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതൊക്കെ പുറത്തു. അതിലേക്കാരം ചോറ് വിളമ്പാ, അതിലേക്കാരം പായസം കൊടുക്കുക, അതിലേക്കാരം കുലാവി എടുക്കുക, അതിലേക്കാരം ചിലപ്പോ ചായ കൊടുക്കുക. നമുക്ക് എന്തേക്കാരം? ഈ പഴയ സ്റ്റീൽ ഗ്ലാസേക്കാരം. ചിലപ്പോ ചായ അടിച്ചുമ്പോ തല്ലൂടുന്ന സമയത്തൊക്കെ കാക്കാനെയും മറ്റുള്ളൊക്കെ ഇങ്ങനെ എറിയണ സ്റ്റീൽ ഗ്ലാസ്. അതേക്കാരം. കുപ്പി ഗ്ലാസ് ഒന്നും കുട്ടികളായി നമ്മളെ കയ്യിൽ തരില്ല. കാരണം എന്താ? വിരുന്നാര് വരുമ്പോ അത് എടുക്കും. എന്നിട്ട് നമ്മൾ അതിനായിട്ട് നിൽക്കും ചെയ്യും വിരുന്നാര് വരുമ്പോ. അങ്ങനെയാണ്. നമുക്കാണെങ്കിലോ റബീഉൽ അവ്വലിന് സമ്മാനം കിട്ടിയ പാത്രക്കാരാണ്, അല്ലെങ്കിൽ റബീഉൽ അവ്വലിന് സമ്മാനം കിട്ടിയ കോപ്പിയേക്കാരാണ്. അതില് ചായ കുടിക്കാനും അതില് ചോറുന്നാനും നല്ല പൂതി ഉണ്ടാവും. ചോറ് പേയില് തിന്നാലും ചോറ് ഇറങ്ങുമല്ലോ, പക്ഷെ അതില് നല്ല പൂതി ഉണ്ടാവും. അതില് അത് വരൂല, അത് എടുത്തേക്കും. അതാ ഷോക്കേസിൽ ഇങ്ങനെ എടുത്തേക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂത്തി വെക്കും, എടുത്തു നോക്കും. നമുക്ക് കിട്ടൂല. ആ വിരുന്നാര് വരുമ്പോ എന്ത് ചെയ്യും? കിട്ടും. നമുക്കൊക്കെ കുറെ അങ്ങനെ അതങ്ങനെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. നല്ല പാത്രങ്ങൾ. അപ്പൊ വിരുന്നുകാര് വരുമ്പോ, ഒരു അതിഥി വരുമ്പോ പോലെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പ്രത്യേകം സൽക്കരിക്കും, നമ്മൾ സൽക്കരിക്കും. നമ്മൾ അങ്ങനെ ചെയ്യും. പുതിയ പാത്രത്തില്, പുതിയ ഗ്ലാസ്സില്, അങ്ങനെ എന്താ ഓലതിനെ സേഫാക്കി എടുത്തു വെക്കുകയാണ്. നമ്മള് വേറൊരു വീട്ടിലേക്ക് വിരുന്നിന് ചെല്ലുമ്പോൾ അങ്ങനെ തന്നെയാണ്. പുതിയ ഗ്ലാസ്സില്, പുതിയ പാത്രത്തില്, അല്ലെ? അങ്ങനെയാണ്. അപ്പൊ വിരുന്നുകാര് വരുമ്പോ ഓലെ നമ്മൾ ആദരിക്കുന്നു, ഓലെ നമ്മൾ ബഹുമാനിക്കുന്നു. വീട് അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. അവിടെയും ഇവിടെയുള്ള ചളിയൊക്കെ നമ്മൾ മാറ്റുന്നു. ഇതേ പ്രകാരം ഓരോ വിശ്വാസിയും നമുക്കുള്ള വിരുന്നാണ്, നമുക്കുള്ള വിരുന്നുകാരനാണ്. എല്ലാ വർഷത്തിലും ഈ ലോകത്തേക്ക് പറച്ചടപ്പ് പറഞ്ഞു വിടുന്ന വിരുന്നുകാരാ. വിശുദ്ധമായ റമളാൻ, വിശുദ്ധമായ അത് എല്ലാ വർഷവും അതുവരാക്കുമില്ല മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മാത്രമാ. അത് മുത്തുനബിയുടെ ഉമ്മത്തിന് മാത്രമാ. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിലെ മുത്തുനബിയുടെ ഉമ്മത്തിന് മാത്രം അല്ലാഹു കനിഞ്ഞു നൽകിയ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോ റമളാനിനെ ഒരു വിരുന്നുകാരായിട്ട് നമ്മൾ സ്വീകരിക്കണം. ചെറുപ്പക്കാരാ, ആ റമളാനിനെ ഒരു വിരുന്നുകാരായിട്ട് സ്വീകരിക്കണം. പെങ്ങളെ, ആ റമളാനിനെ ഒരു വിരുന്നുകാരായിട്ട് സ്വീകരിക്കണം. ഉമ്മമാരെ, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ക്ലീൻ ചെയ്യണേ, എല്ലാം വൃത്തിയാക്കണേ, പരിസരമെല്ലാം വൃത്തിയാക്കണേ. നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ശരീരം വൃത്തിയാക്കുക, മുടിവെട്ടുക, നഖം വെട്ടുക. കാരണം വരുന്നത് ആരാ? പരിശുദ്ധമായ റമളാൻ, പരിശുദ്ധമായ റമളാൻ. ആ റമളാൻ മാസം കടന്നു വരുമ്പോ സ്വർഗത്തിലെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സ്വർഗത്തിലെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നരകത്തിലെ കവാടം അല്ലാഹു അടച്ചു
അറച്ച് കളയും സ്വഹാബ നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവനെ ആ റമദാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ആ റമദാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് റജബുൽ തത്ഹീരിൽ ബദനി വശഅബാനുൽ തത്ഹീരിൽ ഖൽബി വറമളാൻ. റജബ് മാസം അല്ലാഹ് നിങ്ങൾക്ക് തന്നല്ലോ, അത് നിങ്ങളെ ശരീരം വൃത്തിയാക്കാനാ. ശഅബാൻ മാസം അല്ലാഹ് നിങ്ങൾക്ക് തന്നല്ലോ, നിങ്ങളെ ഖൽബിനെ വൃത്തിയാക്കാനാ. റമളാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ റൂഹിനെ വൃത്തിയാക്കാനാ. പടച്ചവനെ ആ വിശുദ്ധമായ റമദാൻ മാസത്തെ നല്ലതുപോലെ ആദരിക്കണം നമ്മള്, നല്ലതുപോലെ ബഹുമാനിക്കണം നമ്മള്. ചീത്ത സ്വഭാവം റമദാനിൽ വരുന്നതിന് മുമ്പേ മാറ്റിവെക്കണോ. ചെയ്തു പോയ പാപങ്ങളോർത്ത് കരയണം ചെറുപ്പക്കാരാ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. റമദാന് വരുന്നതിന് മുമ്പേ വീടെല്ലാം വൃത്തിയാക്കി ഒരുങ്ങിയതുപോലെ ഖൽബ് കൊണ്ട് ഇങ്ങനെ റമദാനിനെ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. ഹൃദയങ്ങളുടെ റമദാനിനെ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. ഹൃദയങ്ങളുടെ റമദാനിനെ സ്വീകരിക്കണം ചെറുപ്പക്കാരാ. ഹൃദയം കൊണ്ട് എങ്ങനെയാ റമദാനിനെ സ്വീകരിക്കേണ്ടത്? ഇനിയില്ല റബ്ബേ, ഇനി ഒരു റമദാന് വരുമ്പോ ഞാനുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയൂല റബ്ബേ. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന എത്ര പ്രിയപ്പെട്ടവരെന്ന് മരിച്ചുപോയി മുഅ്മിനീങ്ങളെ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, കഴിഞ്ഞ റമദാനിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവർ എവിടെ? പലരും ഇന്ന് ഖബറിലല്ലേ, പലരും മരിച്ചുപോയില്ലേ. 30 ദിവസം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്നാവാനുള്ള അവസരമായിട്ട് നമ്മളെ കാണണം എന്ന മുഅ്മിനീങ്ങളെ.